ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്, എപ്പോഴാണ് നമ്മൾ ടാക്സിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കേണ്ടത്, അതുപോലെ നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മോണിറ്റൈസേഷൻ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ഓൾറെഡി ടാക്സിൻ്റെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് പുതിയ ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കേണ്ട ഒരു ഡെഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് 21 മുതൽ 2025 മെയ് 21 മുതൽ പുതിയ ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കേണ്ട ഒരു സമയം എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതുവരെയുള്ള ടാക്സ് ഇൻഫർമേഷന്റെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മെയ് 2025 വരെയാണ്. സോ അതെങ്ങനെ കൊടുക്കാന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി തന്നെ ആദ്യമായിട്ട് നമുക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഗൂഗിൾ ആഡ്സെൻസ് ഏത് ഇമെയിൽ ഐ ഡിയിലാണോ ഉള്ളത് ആ ഇമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓൾറെഡി ഇത് എൻ്റെ ലിജോ ചെറിയൽ ബ്ലോഗിന്റെ ബ്രൗസറാണ്, അതിലാണ് ഞാൻ നിൽക്കുന്നത്. അതിൽ ഞാൻ ഓൾറെഡി ഇവിടെ കിടക്കുന്നുണ്ട്. അതിലുള്ള എൻ്റെ ഗൂഗിൾ ആഡ്സെൻസിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് google.com/adsense എന്ന് പറഞ്ഞ സംഭവത്തിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത് കിട്ടും. അപ്പം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് ആണ് കിട്ടുന്നത്. അതിലിപ്പോൾ ഹോമിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടത് ആഡ്സെൻസ് ഫോർ യൂട്യൂബ്, ഈ ഒരു സംഭവം കേട്ടോ. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ. അപ്പോൾ ഓൾറെഡി എനിക്ക് ലാസ്റ്റ് പേയ്മെന്റ് കിട്ടിയത് $103. ഇപ്പം നിലവിൽ അച്ചീവായി കിടക്കുന്നത് $25.52 എനിക്ക് അച്ചീവായി കിടക്കുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും ടോപ്പിൽ തന്നെ ഇമ്പോർട്ടന്റ് ക്ലിക്ക് ഇഫ് അഡീഷണൽ ടാക്സ് ഇൻഫർമേഷൻ ഇസ് റിക്വയർഡ് ഫ്രം യു എന്ന് പറഞ്ഞൊരു സംഭവം കിടക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നേരെ വന്നിട്ട് നേരെ മാനേജ് ടാക്സ് ഇൻഫോ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ഞാൻ നിങ്ങളോട് കാണിക്കുന്ന ലാപ്പിലാണ് ചെയ്യുന്നത്. മൊബൈലിലെ വേർഷൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലാപ്പ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇല്ല എങ്കിൽ ആരോടെങ്കിലും ബോറോ ചെയ്ത് യൂസ് ചെയ്യുക. അപ്പൊ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. പേയ്മെന്റ് അക്കൗണ്ട് ആഡ്സെൻസ് ഖത്തർ. ഞാൻ ഖത്തറിലായതുകൊണ്ട് എനിക്കിവിടെ കിടക്കുന്നത് ഖത്തറിന്റെ ടാക്സ് ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നത്. നിങ്ങൾ നാട്ടിലാണെങ്കിൽ നിങ്ങളുടെ നാടിന്റെ ഇവിടെ ടാക്സ് ആഡ്സെൻസ് ഇന്ത്യ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വരും. അപ്പൊ നമുക്ക് കയറിയേക്കുന്ന പേയ്മെന്റ് സെറ്റിംഗ്സ് മാനേജ് ടാക്സ് ഇൻഫോ എന്ന് പറഞ്ഞ സംഭവത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതോ ടാക്സ് റെസിഡൻസി ഇവിടെ വന്നിട്ടുണ്ട്. ദ ടാക്സ് ഇൻഫോ ദാറ്റ് യു ഹാവ് പ്രൊവൈഡഡ് ഈസ് അപ്രോച്ചിങ് ദ എക്സ്പയറി ഡേറ്റ്, പ്ലീസ് സബ്മിറ്റ് ന്യൂ ടാക്സ് ഇൻഫോ. ഇതാണ് ഇവിടെ വന്നേക്കുന്നത്. അതായത് നമ്മുടെ ഓൾറെഡി നമ്മൾ കൊടുത്തത് 6 ഒക്ടോബർ 2024 കൊടുത്ത സാധനം ഇവിടെ ഉണ്ട്. അത് അക്സെപ്റ്റഡ് ആണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു അയർലൻഡിന്റെ ടാക്സ് ഇൻഫോ കൊടുക്കാനുണ്ടായിരുന്നു, അതും കൊടുത്തു, അതും അക്സെപ്റ്റഡ് ആണ്. പിന്നെ ഇതുണ്ടോ ഒരു W8BEN എന്ന് പറഞ്ഞ ടാക്സിന്റെ, അതാണ് നമ്മൾ ഇൻഡിവിജ്വൽസിനുള്ള ടാക്സിന്റെ ഫോം, അതും അപ്രൂവ്ഡ് ആയിട്ടാണ് ഞാനിവിടെ കിടക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോ ടാക്സ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞതിൽ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റഡ് 6 ഒക്ടോബർ 2024, എക്സ്പയറി 20 മെയ് 2025. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഇൻഫർമേഷൻ ഗൂഗിൾ മേ ഡിറ്റർമൈൻ ഓർ അഡ്ജസ്റ്റ് ദ എക്സ്പയറി ഡേറ്റ് ബേസ്ഡ് ഓൺ ലോക്കൽ പോളിസീസ്. ഈ ഡേറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് ചെയ്യാനുള്ള അധികാരം ഗൂഗിളിനുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ കൊടുത്തേക്കുന്നത് ടാക്സ് റെസിഡൻസി ഇൻഫോ. എന്റെ റീജിയൻ വന്നേക്കുന്നത് ഖത്തറാണ്. ബിക്കോസ് ഞാൻ ഖത്തർ കൊടുത്താണ് കയറിയേക്കുന്നത്. പ്രൂഫ് ഓഫ് ഡോക്യുമെന്റ് എന്താണ് ഞാൻ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ലിജോ QID 2025 എന്റെ ഖത്തർ ID ആണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. ബിക്കോസ് ഖത്തർ എന്ന് പറഞ്ഞ രാജ്യത്ത് ടാക്സ് ഇല്ല. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാൻ കാർഡിന്റെ കോപ്പിയാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. പാൻ കാർഡ് നമ്പറും അങ്ങനെയുള്ള ഇൻഫർമേഷൻ ഒക്കെയാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പം ഇതാണ് അതിന്റെ ഒരു ബേസിക് തിങ്സ്. ഇനി നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്ഡേറ്റ് ടാക്സ് ഇൻഫോ എന്ന് പറഞ്ഞ ഇതിൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ന്യൂ ഫോം. ഇഫ് യു സ്റ്റാർട്ട് എ ന്യൂ ഫോം യു പ്രീവിയസ്ലി സബ്മിറ്റഡ് ഫോം വിൽ ബി റിമൂവ്ഡ്. അതായത് നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഏതാണോ നമ്മൾ പഴയ കൊടുത്തത് അത് റിമൂവ് ആവുമെന്നാണ് പറഞ്ഞത്. അതൊന്നും നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല. ഇവിടെ ക്യാൻസൽ എന്നൊരു ബട്ടൺ ഉണ്ട്, സ്റ്റാർട്ട് ന്യൂ ഫോം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ന്യൂ ഫോമിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇങ്ങനത്തെ കാണും. എക്സ്പെക്റ്റഡ് ടു ടേക്ക് 3 to 5 minutes, 3 തൊട്ട് 5 മിനിറ്റ് വരെ എടുക്കും. ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യുന്നത് PDF ഉണ്ട്, PNG ഉണ്ട്, JPEG ഉണ്ട്, അങ്ങനെ എല്ലാ സംഭവവും സപ്പോർട്ട് ചെയ്യും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡോക്യുമെന്റ് ദാറ്റ് യു അപ്ലോഡ് ഈസ് ക്ലിയർ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. കൺഫേം സെറ്റിംഗ്സ് ഇതെല്ലാം പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ഫോം എന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുക.
എൻ്റെത് രാജ്യം വരുന്നത് ഖത്തറാണ്. പ്രൂഫ് ഓഫ് ടാക്സ് റെസിഡൻസി നമുക്ക് ഇവിടെ ഒരുപാട് ഡോക്യുമെന്റ്സ് നിങ്ങൾ കാണിക്കുന്നുണ്ട്. ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ്. ഇപ്പം നിങ്ങൾ ഇന്ത്യയിൽ ചെയ്യുന്നവരാണെങ്കിൽ ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടെ എന്താ പറയുന്നത് പാൻ കാർഡ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. കണ്ടോ, അതിൻ്റെ എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് അതില്ലാത്തതുകൊണ്ട് ഖത്തർ ആണ് ഞാൻ കൊടുത്തേക്കുന്നതുകൊണ്ട്, പക്ഷെ ഞാൻ ഇന്ത്യൻ റെസിഡൻസ് ആണ്, പക്ഷെ ഞാൻ ഖത്തറിൻ്റെ റീജിയനാണ് കൊടുത്തേക്കുന്നതുകൊണ്ട് ഞാനിവിടെ ഖത്തർ ID ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അത് വേണമെങ്കിൽ എനിക്ക് മാറ്റി പുതിയത് അപ്ലോഡ് ചെയ്യാം. ഞാനത് ചെയ്യുന്നില്ല, ഓൾറെഡി അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ് കൊടുത്തു, അതിന് നമ്മൾ എക്സ്പയറി ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. പാൻ കാർഡ് ആണെങ്കിൽ പാൻ കാർഡിന് നമുക്ക് എക്സ്പയറി ഡേറ്റ് ഇല്ല, അപ്പോൾ അത് അങ്ങനെ കൊടുക്കുക. ജസ്റ്റ് ഞാനിവിടെ ഈ സാധനം എല്ലാം ഇവിടെ അപ്ലോഡ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് ജസ്റ്റ് സബ്മിറ്റേ മാത്രം ക്ലിക്ക് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ടാക്സ് ഇൻഫർമേഷൻ യു ഹാവ് പ്രൊവൈഡഡ് ഈസ് അപ്രോച്ചിങ്. ഓൾറെഡി അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ഡിയോ ടാക്സ് റിലേഷൻഷിപ്പ് വിത്ത് ഗൂഗിൾ ഈസ് ബേസ്ഡ് ഓൺ. ഇതിൻ്റെ അകത്ത് എന്ത് ചേഞ്ച് വന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെ തന്നെയാണ് ഇപ്പം നിലവിൽ കിടക്കുന്നത്. വേറെ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി അത് എന്താ പറയുന്നത് 20-ാം തീയതി കഴിഞ്ഞേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 20th കഴിഞ്ഞ ശേഷം മാത്രം ഇത് ചെയ്യാൻ നിന്നാൽ മതി. ഇപ്പം ഞാനിപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും അത് തന്നെയാണ് കിടക്കുന്നത്. ഐ തിങ്ക് ഈ 20-ാം തീയതിക്ക് ശേഷം മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും നമുക്കത് കൊടുക്കാനുള്ള ഒരു ടൈമും കാര്യങ്ങളൊക്കെ ഇത് കിട്ടുന്നതാണ്. ഇപ്പം നിലവിലെല്ലാം അപ്രൂവ്ഡ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇനി പഴയ ഡോക്യുമെന്റ് തന്നെ അപ്ലോഡ് ചെയ്തുകൊണ്ടാണോ അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. അപ്പം അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. എനിവേ, ഇതാണ് ഈ ഒരു മെത്തേഡിലാണ്. ഇപ്പം നിങ്ങൾ അത് നോക്കണ്ട, എൻ്റെത് സക്സസ് ആയില്ലെന്ന് നോക്കണ്ട. ബിക്കോസ് ഓൾറെഡി എനിക്ക് May 20 വരെ ഓൾറെഡി അപ്രൂവ്ഡ് ആണ്. അതുകൊണ്ടായിരിക്കാം പുതിയത് എടുക്കാത്തത്. സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡിലാണ് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്നത്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. അതിനുള്ള റിപ്ലൈ തീർച്ചയായിട്ടും ഞാൻ തരുന്നതായിരിക്കും. ഇനി ആരെങ്കിലും ഇത് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂട്ടിക്കൊള്ളുക. പൂർണ്ണമായ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.